കോലാഹലമേട് തങ്ങൾപ്പാറ പ്രദേശങ്ങളിലെ റിസോർട്ട് മാഫിയ നടത്തുന്ന കയ്യേറ്റങ്ങൾക്കെതിരെ വിവിധ സമിതികളുടെ റിപ്പോർട്ടുകളുണ്ട്. ഇവയൊന്നും വകവയ്ക്കാതെയാണ് ഉദ്യോഗസ്ഥർ കയ്യേറ്റത്തിന് കൂട്ടുനിൽക്കുന്നത്. കയ്യേറ്റങ്ങൾ നടക്കുന്നത് പരിസ്ഥിതിലോല പ്രദേശത്തായതിനാൽ വിഷയത്തിൽ ജാഗ്രത പുലർത്തി കയ്യേറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പാരിസ്ഥിതികാഘാത പഠന സമിതി ജില്ലാ കളക്ടറെയും ജൈവവൈവിധ്യ ബോർഡ് ഡയറക്ടറേറ്റിനെയും അറിയിച്ചതിന്റെ തെളിവാണിത്. മുണ്ടക്കയം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രകൃതി സംരക്ഷണ സമിതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പഠനസമിതി ഇക്കാര്യം അറിയിച്ചത്. ഞങ്ങൾ കലക്ടർക്ക് പരാതി കൊടുത്തായിരുന്നു. പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉന്നയിച്ച് പഞ്ചായത്ത് കമ്മിറ്റി പാസ്സാക്കി ഞാനും പ്രസിഡന്റും കൂടെ പോയി കലക്ടറെ നേരിട്ട് കണ്ടായിരുന്നു. അതിന് പ്രകാരം എല്ലാവരുടെയും അങ്ങോട്ട് ഫോർവേഡ് ചെയ്തു. എല്ലാവരും തഹസീൽദാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ തഹസീൽദാർ പറയുന്നത് ഇത് പട്ടയഭൂമിയാണ്. അതെങ്ങനെ കിട്ടിയെന്ന് അറിയത്തില്ല. അവർ ഇവിടുന്ന് വില്ലേജ് ഓഫീസിലേക്ക് വിളിച്ചു ചോദിച്ചപ്പം അവർ പറയുന്ന പട്ടയഭൂമിയാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. കോലാഹലമേട്ടിലെ കയ്യേറ്റം സംബന്ധിച്ച വാർത്ത മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ചു. ഇതിന് പിന്നാലെ BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കയ്യേറ്റത്തിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ക്യാമറമാൻ TK ജോമിനൊപ്പം KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.